السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് ഉറക്കം. ഈ ഉറക്കത്തെപ്പറ്റി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ പലയിടത്തിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂനുസ് 67 അല്ലാഹു തആല പറഞ്ഞു, വല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി. അല്ലാഹു തആല രാത്രിയെ നമുക്ക് ഉണ്ടാക്കി തന്നത് അതൊരു റെസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് അവിടെയും ആയത്തിൻ്റെ ലാസ്റ്റിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യസ്മഊൻ. ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. സൂറത്തുൽ ഫുർഖാനിൽ 47 അല്ലാഹു തആല പറഞ്ഞു, വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ വന്നൗമ സുബാത എന്ന്. ഇവിടെയും പറയുന്നത് ഉറക്കത്തെ നിങ്ങൾക്ക് ഒരു റെസ്റ്റാക്കി തന്നു എന്ന്. സൂറത്തുൻ നബ 9 ആയത്തിലും അല്ലാഹു പറഞ്ഞു, വജഅൽനാ നൗമക്കും സുബാത, ഉറക്കത്തെ നിങ്ങൾക്ക് ഒരു റെസ്റ്റാക്കി തന്നു എന്ന്. സൂറത്തു റൂമിൽ 24 ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമിൻ ആയാതിഹി മനാമുക്കും, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളുടെ ഉറക്കം എന്ന് പറഞ്ഞു. അതിൻ്റെ തുടക്കത്തിലും ആ ആയത്തിൻ്റെ ലാസ്റ്റിലും അല്ലാഹു തആല പറയുന്നു, ഇതിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമുണ്ട് എന്ന്. അപ്പോഴേക്ക് നമുക്ക് എന്തൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ ആയത്ത് ഉണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുമ്പോഴേക്ക് ധാരാളം അതിൽ ചിന്തിക്കാനുണ്ട്, റിസർച്ച് ചെയ്യാനുണ്ട്. അതിൻ്റെ അർത്ഥം അതിലൊരുപാട് പ്രത്യേകതകൾ, ബെനിഫിറ്റ്സുകൾ, മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഒക്കെ അതിൽ ധാരാളം ഉണ്ട് എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയോട് പറഞ്ഞു, അദ്ദേഹം രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞത്, കും വനം ഫൈന്ന ലി ജസദിക അലൈക ഹഖ, നിങ്ങൾ നിസ്കരിക്ക്, നിങ്ങൾ ഉറങ്ങുകയും വേണം. അങ്ങനെ രാത്രി മുഴുവനും നിസ്കരിക്കലല്ല, കാരണം നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ചെയ്യേണ്ട ചില ഹക്കുകൾ, കടമകൾ, റൈറ്റ്സുകൾ ഉണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നാം സൂക്ഷിക്കേണ്ടതാണ്. എത്ര ഉറങ്ങണം, നമ്മുടെ ഉറക്കം ഏത് തരത്തിലായിരിക്കണം എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ നാം ഉറങ്ങണം, എന്നിട്ട് നേരത്തെ എണിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബൂരിക്കലി ഉമ്മത്തി ഫി ബുക്കൂരിഹ എന്ന് പറഞ്ഞിട്ട് തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നുണ്ട്. എൻ്റെ ഉമ്മത്തിന് അതിൻ്റെ അതിരാവിലെയാണ് ബർക്കത്തുകൾ നൽകപ്പെടുന്നത് എന്ന് ഹദീസ്. വേറൊരു ഹദീസിൽ കാണുന്നുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, പടച്ചവനെ നീ എൻ്റെ സമുദായത്തിന് അതിരാവിലെ നീ ബർക്കത്ത് നൽകണേ എന്ന്. ഇവിടെയും ധാരാളം ശ്രദ്ധിക്കണം. അതായത് കൂടുതൽ ബർക്കത്തുകൾ ലഭിക്കുന്ന ഒരു സമയമാണ് രാവിലെ എന്ന്. അപ്പം നേരത്തെ എണിക്കണം, നേരത്തെ കിടക്കണം, നേരത്തെ എണിക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ എന്ന് സൂറത്തുൽ ഇസ്രായിൽ 78 ആയത്തിൽ അല്ലാഹു പറഞ്ഞു. അതായത് അതിരാവിലെയുള്ള ആ പ്രഭാതത്തിലുള്ള ഖുർആനോത്തുകൾ അത് സാക്ഷ്യം വഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ 2 രാത്രിയുടെയും പകലിൻ്റെയും മലക്കുകൾ അതിന് സാക്ഷിയാണ് എന്ന്. ചുരുക്കത്തിൽ ഇതിൻ്റെ അർത്ഥം രാവിലെ എണിക്കണം എന്നാണ്. അതിരാവിലെ എണിക്കണം. രാവിലെ എണിക്കണമെങ്കിൽ തീർച്ചയായും രാത്രി നേരത്തെ കിടക്കണം. ആരാണെങ്കിലും താമസിച്ച് കിടക്കുന്നവർക്ക് രാവിലെ എണിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അപ്പോൾ രാത്രി നേരത്തെ ഉറങ്ങണം. അതായത് ഇശാഇൻ്റെ മുമ്പിന് ഉറങ്ങലും അതിൻ്റെ ശേഷം അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടലും അരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹദീസുണ്ട്. അതിൻ്റെ ഒക്കെ അർത്ഥം നേരത്തെ കിടന്നുറങ്ങണം, അത് കഴിഞ്ഞിട്ട് നേരത്തെ എണിക്കണം എന്നാണ്.
റക്കാത്താൽ ഫജ്രി ഖൈറും മിന ദുന്യാ വമാ അലൈഹ എന്നും ഹദീസുണ്ട്. ഈ ഫജ്ർ നിസ്കാരത്തിൻ്റെ 2 റക്കാത്ത് ഈ ദുനിയാവിലും അതിൻ്റെ മുകളിലുള്ള എല്ലാത്തിനേക്കാൾ ഖൈറാണ് എന്ന് ഹദീസുണ്ട്. ചുരുക്കത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒരുപാട് ഖൈറുകൾ നമുക്കുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ നന്നായി ഉറങ്ങണം. ചുരുങ്ങിയത് ഒരു 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂറെങ്കിലും എല്ലാവരും ഉറങ്ങിയിരിക്കണം. അല്ലാത്ത പക്ഷം ഇന്നത്തെ അവസ്ഥ വളരെ ഒരു ഖേദകരം തന്നെ എന്ന് നമുക്ക് പറയാം. കാരണം കുട്ടികൾ രാത്രി മൊബൈലും അതുപോലെ ടാബും അതുപോലെയുള്ള കമ്പ്യൂട്ടറും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നോക്കി ഇങ്ങനെ ടൈം പാസ് ചെയ്യും ഉറങ്ങാതെ. അത്തരം ആൾക്കാർ എന്നിട്ട് രാവിലെ ഒരിക്കലും ഉറങ്ങാൻ പറ്റാത്ത സമയത്ത് അവർ ഉറങ്ങും. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ശാരീരിക മാനസികമായ സൈഡ് എഫക്ട്സുകൾ, രോഗങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. പഴയകാലത്തുള്ള വളരെ പ്രസിദ്ധനായ ഒരു ഫിലോസഫർ, അദ്ദേഹം സയൻറ്റിസ്റ്റായിരുന്നു, പോളിമാത്തായിരുന്നു, പൊളിറ്റിക്കൽ ഫിലോസഫറായിരുന്നു, പൊളിറ്റീഷ്യനായിരുന്നു, ഇൻവെർട്ടറായിരുന്നു. അതായത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അമേരിക്കയുടെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ് എന്നാണ്. നേരത്തെ കിടന്നുറങ്ങുക, എന്നിട്ട് നേരത്തെ എണീക്കുക, അങ്ങനെ ഒരു ശീലിച്ചാൽ അദ്ദേഹത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകും, അതുപോലെ തന്നെ സമ്പത്തും ധാരാളം ഉണ്ടാകും, അദ്ദേഹമായിരിക്കും വലിയ ബുദ്ധിമാനി എന്നുള്ളത്. അത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം അങ്ങനെ ഉറങ്ങുന്നവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകും. അല്ലാത്ത പക്ഷം അവർക്ക് ചിന്തിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ സ്കൂളിൻ്റെത് നന്നായി പഠിക്കാനോ ഒന്നും കഴിയുകയില്ല. അതേപോലെ തന്നെ മറ്റൊരു പ്രസിദ്ധനായ ഫിലോസഫർ അമേരിക്കയുടെ, അദ്ദേഹം പറഞ്ഞ റോബർട്ട് ബ്രോൾട്ട്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിജയത്തിൻ്റെ താക്കോലാണ്, അതായത് ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ ചാവി താക്കോലാണ് അവൻ എല്ലാവരും ലഞ്ച് കഴിക്കുന്ന സമയത്ത്, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അവൻ ലഞ്ച് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും താമസിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇവൻ അതിരാവിലെ എണീച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ കുറച്ച് സമയമാകുമ്പോഴേക്ക് കാര്യങ്ങൾ മൊത്തം ചെയ്തിട്ട് അവൻ്റെ ലഞ്ചിലേക്ക് അവൻ തുടങ്ങും. അതാണ് നമ്മുടെ വിജയത്തിൻ്റെ കാരണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ ഒരു പ്രസിദ്ധനായ ഡോക്ടർ, അദ്ദേഹം ഹെൽത്ത് അവയർനെസ്സിനെ പറ്റി, ആരോഗ്യ ബോധവൽക്കരണത്തെപ്പറ്റി അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ഗോപിനാഥ് പിള്ള, അദ്ദേഹവും പറയുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തോടെ ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കിൽ 4:30 മണിക്ക് എണിക്കണം, അല്ലെങ്കിൽ 5 മണിക്ക് എണിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്ലാമിൽ പറയുന്നത് 4:30 മണിക്ക് ഏകദേശം തഹജ്ജുദിനും 5 മണിക്ക് സുബഹി നിസ്കാരത്തിനും. ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സാക്റ്റായിട്ട് ഉണ്ടാവില്ല, വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ആ സമയത്ത് എണിക്കണമെന്ന് ഇസ്ലാമിൽ പറയുന്നുണ്ട്. ഇങ്ങനെ മറ്റൊരു ഫിലോസഫർ, അദ്ദേഹം റിച്ചാർഡ് ബ്രാൻസിയോൻ, അദ്ദേഹവും ഇതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നേരത്തെ ഉറങ്ങുക, നേരത്തെ എണിക്കുക എന്ന്. അതേപോലെ തന്നെ ഒരു പഠനത്തിൽ പറയുന്നത് നേരത്തെ എണിച്ചാൽ നാം എല്ലാ കാര്യത്തിലും നമുക്ക് വിജയം ഉണ്ടാകും, ഒരു തരത്തിലുള്ള പിരിമുറുക്കങ്ങളും ഉണ്ടാവുകയില്ല, നെഗറ്റിവിറ്റിയും ഉണ്ടാവുകയില്ല, എല്ലാത്തിലും പോസിറ്റിവിറ്റിയാണ് ഉണ്ടാകുന്നത് എന്ന് മാത്രമല്ല നമുക്ക് വലിയ ഒരു ശക്തി നമ്മുടെ ശരീരത്തിന് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ എണിക്കുന്നവർക്ക്, നേരത്തെ കിടന്ന് ഉറങ്ങി നേരത്തെ എണിക്കുന്നവർക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ഫാസ്റ്റായിരിക്കും.
നമ്മുടെ ബോഡി സിസ്റ്റം ഒന്ന് റീബൂട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രഷാകും. നമ്മുടെ മൊബൈലും കമ്പ്യൂട്ടറൊക്കെ റീബൂട്ട് ചെയ്യുന്നത് പോലെ നല്ല ഉറക്കം കൊണ്ട് നമ്മുടെ ബോഡി റീബൂട്ട് ചെയ്യും, അത് നല്ല ഫ്രഷാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതിനെപ്പറ്റി ധാരാളം പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സുകൾ, മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ. അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ നേരത്തെ ഉറക്കാനും അതേപോലെ തന്നെ നേരത്തെ തന്നെ എഴുന്നേൽപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവരുടെ ജീവിതത്തിൽ, അവരുടെ ഭാവിയിൽ അവർ ഒരുപാട് സൈഡ് എഫക്ട്സുകൾ, ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.